അങ്ങനെ നിക്കാക്ക് പോവാൻ പറ്റൂല. എനിക്ക് വാക്ക് തന്നതക്ക ഇന്ന് വരുന്നു. ഇമ്മ. മോളെ, ഇന്ന് ശൈലമ്മ വിളിച്ചിരുന്നോ? ഇല്ലമ്മ, ഇന്നലെ രാത്രി 7 മണിക്ക് വിളിച്ചതാണ്. വിളിച്ചപ്പോ എന്നോടാണ് ഞാൻ കുറച്ച് സാധനം കൂടി മേടിക്കാൻ പോവാണ്, മേടിച്ച് വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞതാണ്. പിന്നെ വിളിച്ചിട്ടും ഇല്ല. പോയി വന്നിട്ട് വേണം പെട്ടിക കെട്ടാനെന്ന് പറഞ്ഞ നാള്. പിന്നെ വിളിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചു നോക്കുമ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പെട്ടിയൊക്കെ കെട്ടിയപ്പോഴേ നേരം വൈകിട്ടുണ്ടാവേ, അപ്പൊ വിളിക്കാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടാവൂല. അതാവും വിളിക്കാത്തത്. ഓൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടാവൂലേ? ഉണ്ടാവുമ്മ. എന്നാലിക്ക വാട്സപ്പിലൊന്നും മെസ്സേജ് അയച്ചുകൂടായിന്നാ. അതും കൂടി ഒന്നും അയച്ചില്ലല്ലോ. സാരില്ല മോളെ, ചെലപ്പോ ഓനെന്തെങ്കിലും തിരക്കിപ്പെട്ടതാവും. എന്നാലും ഇന്റെ കുട്ടീനെ എങ്ങനെ ടെൻഷൻ അടിപ്പിക്കണേനെ ഓ അങ്ങോട്ട് വരട്ടെ. ഓന്റെ ചെവി പിടിച്ച് പൊന്നാക്കണം. അതൊന്നും വേണ്ട അമ്മ, പാവാണ് ഇക്ക. ഇതാപ്പ നന്നായത്. ഇപ്പൊ ഞാൻ പുറത്തായി. ഹലോ മോളെ, ശൈലമ്മ അവിടുന്ന് കേറിയോ? നിങ്ങളെപ്പോഴാ കൂട്ടാൻ പോണേ? ഒന്നും അറിയില്ലമ്മ. ഇക്കാന്റെ ഫോൺ ഇന്നലെ മുതലേ സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ വൈകിട്ട് വിളിച്ചതാണ്. എനിക്ക് പിന്നെ വിളിച്ചിട്ടും ഇല്ല. പിന്നെ ഇക്ക അവിടുന്ന് പോന്നോന്നോ ഇല്ലയെന്നോ ഒന്നും അറിയില്ല. ഇക്കാക്ക് പിന്നെ ഒരാളെ കളിപ്പിക്കലുണ്ട്. ഇനി അങ്ങനെ വല്ലതും കളിപ്പിക്കാണാവോ? ഓന് മോളെ കളിപ്പിക്കാവോ? ശൈലമോനക്ക് അല്ലെങ്കിലും കുസൃതി കുറച്ച് കൂടുതലാണല്ലോ. എന്തായാലേ ഉമ്മ വെക്കാണ്. എയർപോർട്ടിൽ ഓനെ ഇറങ്ങിയാലേ വിളിക്കോണ്ടിട്ടോ. എന്നാ ശരി. ശരിമ്മ. എന്തൊരു പൊട്ടി പെണ്ണ്. ഒരു നേരം ഓന് വിളിച്ചില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ഓൾക്ക് തുറത്തി വേജാറ്. ആരോടൊപ്പൊ മോള് വർത്താനം പറഞ്ഞു? ശൈലമോ വിളിച്ചോ? എന്നാലും ഇക്കാക്ക് എന്ത് പറ്റി? മോളെ ആരെ വിളിച്ചി? മോനാണോ? അല്ലമ്മ, എന്റെ ഉമ്മ ആയിരുന്നു. ഇക്കാന്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞോന്ന് അറിയാൻ വേണ്ടിട്ടേ, ഒന്ന് പോന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഉമ്മ, ഇക്ക് പേടിയാവുന്നുണ്ട്. എന്നാൽ ഇക്കാക്ക് ഇപ്പൊ എന്താ പറ്റിയത്? എന്തിനാ മോളെ പേടിക്കണേ? ഓ ഞമ്മള് തിരിക്കാവേ. എന്താ ഉമ്മ? അത് മോളെ, ഷായിലിക്കാന്റെ ഫോണേ ഇന്നലെ മുതൽ സ്വിച്ച് ഓഫ് ആണ്. ഇക്ക അവിടുന്ന് കേറിയിക്കണോ ഇല്ലയെന്നൊന്നും അറിയില്ല. ആ ഒരു ബേജാറാണ് ഇത്താക്ക്. ഇക്ക ചെലപ്പേ ഇത്താനെ പറ്റിക്കോ ഉത്താ. നമുക്ക് ഏതായാലും എയർപോർട്ടിൽ എത്താൻ പറഞ്ഞ നേരത്തെ എത്താം. ഉമ്മ, മാനുകാക്കാന്റെ വണ്ടി വരൂലേ? മാനുകാക്കൊക്കെ കൃത്യ ടൈമിൽ എത്തിക്കോളും. ഇക്ക വന്നിട്ട് വേണം നല്ല അടിപൊളി അൽഫാം എയർപോർട്ടിൽ നിന്ന് വരുന്ന വരയിൽ വാങ്ങിക്കണം. പിന്നെ ഇക്കൊക്കെ ഐഫോൺ കൊണ്ടുവല്ല കാലേക്കാൻ തന്നെ വെച്ച. നിങ്ങൾ രണ്ടാളും കൂടിയേ വേഗം നോക്കൂടി. ഞാനേ പോവാനാകുമ്പോത്തിനെ പണികളൊക്കെ ഒന്ന് ഒരുക്കിയേക്കട്ടെ. വേഗം വെക്ക നോക്കി. ഇത്തങ്ങനെ പേടിക്കാതെ കുറച്ച് ടൈം ആകുമ്പോത്തിന് ഇക്ക ഇവിടെ എത്തൂലേ? ഇന്നെങ്കിലും മൈലാഞ്ചി ഇട്ടില്ല? ഇല്ല മോളെ, ഇക്കെന്തോ മനസ്സിലൊരു വേവലാതി പോലെ. ഒന്ന് പോത്ത ഇത്താലൊരു കാര്യം. വീണ്ടും സ്വിച്ച് ഓഫ്. എന്താക്കും ഒരു മെസ്സേജ് പോലും അയക്കാഞ്ഞത്? എന്നാലെങ്കിലും ഒരു സമാധാനം ഉണ്ടായി. ഇങ്ങോട്ട് വരും നിങ്ങള്. മനുഷ്യനിങ്ങനെ തീറ്റിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട്. അങ്ങനെയുണ്ട് ഒരു കളിപ്പിക്കല്. നിങ്ങളെ കുറുമ്പിനുള്ള തരുന്നുണ്ട് ഞാൻ. എന്നാലും എന്താ ഇപ്പൊ എന്റെ കുട്ടിക്ക് പറ്റിയത്? ഇന്നലെ മുതലാണെങ്കിൽ നെഞ്ഞത്തൊരു കനം പോലെ. എന്താ ഏതാണെന്നും അറിയില്ല. ഇനിയിപ്പൊ എന്ത് തന്നെ ആരും ഇങ്ങനൊന്നും തിരിപ്പിക്കലില്ല. വരണതും വിളിച്ചറിയും, കേറുന്നതും വിളിക്കും, ഇറങ്ങണതൊക്കെ വിളിക്കണ കുട്ടിയാണ്.
ഇപ്പൊ എന്താ പറ്റിയെന്നൊരു കൊടുത്തയ്യല്ല. ഞാനും കൂടി ഈ കുട്ടികളുടെ ഇടയിൽ ബേജാറായിട്ടുണ്ടെങ്കിൽ ഐറ്റങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. സമാധാനമില്ല. ഓ ബനാനെ മന്ദാകിനി ഒന്നാകുമോ? ഇതാരപ്പോ അറിയാത്ത നമ്പർ? ഹലോ, ആരാണ്? ഹലോ, നിങ്ങൾ ഷായിലിന്റെ ആരാണ്? ഞാൻ അനിയത്തിയാണ്. ഞാൻ ഷായിലിന്റെ കൂടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാ. അതിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ നിങ്ങളുടെ നമ്പർ. ആ, ഇത് ഉമ്മാന്റെ നമ്പറാണ്. ഇക്ക അവിടുന്ന് പോന്നോ? ഇക്കാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇക്ക അവിടുന്ന് ഇറങ്ങിക്കണോ? അത് ഇന്നലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഒരു ഷായിൽ ഓടിച്ചിരുന്ന കാറായിരുന്നു. ഡ്രൈവർമാരൊപ്പം തന്നെ മരണപ്പെട്ടു. അതിലൊരാള് ഷായിലാണ്. എന്താ പറഞ്ഞ്? എന്തിനാപ്പോ മോള് കരയണ്? എന്തിനാ? എന്താ മോളെ? പോവേ? എന്തൊക്കെ ജീ പറഞ്ഞ്? എവിടെ പോണ്? ആരെനക്ക് ഫോൺ വിളിച്ചത്? ഹലോ, എന്താ ഉമ്മ? ആരാ വിളിച്ചത്? എന്തിനാ നിങ്ങൾ കരയണേ? ഇക്കാക്ക് എന്ത്? എന്താണെങ്കിലും ഒന്ന് തെളിച്ച് പറ മോളെ. ഇക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണേ. നിങ്ങൾ എന്തിനാ കരയണേ? എന്താ പറഞ്ഞ്? അങ്ങനൊന്നും ഉണ്ടാവൂല. ഇക്കാക്ക് നമ്മളെ ഒറ്റക്കാക്കി പോകാൻ പറ്റോ? ഇക്ക നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയോ? അങ്ങനൊന്നും ഇക്കാക്ക് പോകാൻ പറ്റൂല. ഇക്ക് വാക്ക് തന്നതക്ക ഇന്ന് വരുന്നുള്ളത്. അങ്ങനത്തെ ഇങ്ങനെ കാട്ടും. ഞാൻ എങ്ങനെ ജീവിക്ക? ആരും പറ്റില്ല. വരാനുള്ളത്
കാത്തിരിപ്പിനൊടുവിൽ ഇവരെ തേടിയെത്തിയ ഈ തീരാനഷ്ടം ഇവർ എങ്ങനെ സഹിക്കും, എങ്ങനെ അതിജീവിക്കും? കാത്തിരുന്ന് കാണാൻ നമുക്ക് ഷാഹിനാന്റെ ജീവിതം.